ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ പാർലമെന്റിലെ പ്രാതിനിധ്യം ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വേണം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവിയല്ല, ഇടതുപക്ഷത്തിന്റെ അഭാവത്തിലുള്ള ഇന്ത്യയുടെ ഭാവിയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഇതാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്നത്. BJP ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ്. 13ഓളം മുൻ മുഖ്യമന്ത്രിമാര്, 150ഓളം വരുന്ന MP-മാര്, MLA-മാരെ എണ്ണയില്ല. എണ്ണ എടുക്കാൻ നിന്നാൽ ഒരു കാനേശന്മാരി കണക്ക് പോലെ പോകും. അപ്പൊ ആ അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോവാതെ BJP അതായത് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനെ ആവൂ. ഈ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യ മുന്നണിയായിട്ട് ദേശീയ തലത്തിലൊരു മത്സരം BJP-ക്കെതിരെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിനോട് മത്സരിക്കാനാണ് വരുന്നത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സമീപനം? അതായത് ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്വം. BJP-ക്കെതിരെ മത്സരിക്കുന്നില്ല. അമേഠി, റായ്ബറേലി, പിലിഭിത്ത് പോലുള്ള കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം BJP-ക്ക് അടയാറ വെച്ചിട്ട് ഇടതുപക്ഷത്തിന് നിഷ്കാസനം സംഭവിക്കാനാണ് അവരും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആനി രാജക്കെതിരെ വയനാട്ടിലല്ല രാഹുൽ മത്സരിക്കേണ്ടത്, UP-യിൽ പോയിട്ട് മത്സരിക്കണം. കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ അവിടെയുള്ളത്.